ഈ കർഷകൻ്റെ ഫാമിലോട്ട് നമ്മൾ വന്നതാണ്. അതുകൊണ്ട് അവിടുത്തെ കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ നിന്ന് തീറ്റ തിന്നുന്ന ഒരു സെറ്റപ്പാണ്. ഇതാണ്ട ഇത്രയേ ഉള്ളൂ ഈ ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കി ആടുകളെ ഇപ്പം മേയാൻ വിട്ടേക്കണം. നമ്മൾ നേരത്തെ ഒരു വീഡിയോക്ക് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. വളർത്താനായിട്ടുള്ള ആൾക്കാർ 2-3 ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ചിലവ് കൂടും. നേരത്തെയൊക്കെ കണ്ട വലിയ ചെമ്മരിയാടുകളൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഈ കൊച്ചായിരിക്കും കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, വൃത്തിയുള്ളതുകൊണ്ടായിരിക്കും. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആട് കൃഷി പരാജയപ്പെട്ടതിൻ്റെ കാരണം ആടുകൾക്ക് ചിലവാക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ അതിൻ്റെ കൂടുകൾക്ക് വേണ്ടി ചിലവാക്കിയതുകൊണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ ആടുകളെ കേരളത്തിലേക്ക് സപ്ലൈ ചെയ്യുന്ന രാജസ്ഥാനിലെ ഒരു 100 ആടിനെ വളർത്തുന്ന ഫാമിനകത്താണ് നിൽക്കുന്നത്. ആടിൻ്റെ കൂടിനകത്താണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കൂട് മേളിൽ തകര ഷീറ്റ് അടിച്ചേക്കുന്നത്, കുറച്ച് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടേക്കുന്നത്. അതിൻ്റെ കാലുകളെന്ന് പറഞ്ഞാൽ വല്ല പഴയ തടി കഷ്ണങ്ങളും അതുപോലെ തന്നെ കമ്പും ഒക്കെ വെട്ടി വെച്ചിട്ടുണ്ടാക്കിയ കഷ്ടി ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇവിടോട്ട് മാറിക്കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, പൊക്കെ കുറവാണ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ഒരു ആട്ടിൻ കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 100 ആടുകളാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ആ ബാക്കി ആടുകളെ ഇപ്പം മേയാൻ വിട്ടേക്കണം. നമ്മൾ നേരത്തെ ഒരു വീഡിയോക്ക് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. വേണ്ട അതിൻ്റെ കുഞ്ഞുങ്ങൾ, അതായത് ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ, ഒരു 3 മാസത്തിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. അവരെ മേയാൻ കൊണ്ടുപോകത്തില്ല. ഇതുണ്ടോ, അവരിവിടെ നിന്ന് കൊച്ചു കുട്ടികൾ ഇവിടെ നിന്ന് തീറ്റ തിന്നുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ പരാജയപ്പെട്ടതിൻ്റെ കാര്യം മനസ്സിലായി കാണുമല്ലോ. ശരിക്കും ഇത്രയും കാര്യം മതി ഒരാടിനെ വളർത്താനായിട്ട്. നമ്മൾ വലിയ ചിലവിൽ ഹൈടെക് കൂടുകളിലേക്കും മറ്റും പോകുമ്പോഴാണ് നഷ്ടം വന്നത്. നമ്മുടെ നാട്ടിൽ ഒരു സമയത്ത് ആട് വളർത്തൽ ഭയങ്കര തരംഗമായി നിന്നിട്ട് ശരിക്കും വിൽക്കാൻ പറ്റാതെ വന്നിട്ടും ഒക്കെ ആയിട്ട് പല ആൾക്കാരും നിർത്തിപ്പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മുടക്കിയ തുക അതിനകത്തുനിന്ന് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പലർക്കും. അങ്ങനെ പലരും നിർത്തിപ്പോരുന്ന ഒരവസ്ഥയായിരുന്നു. നിർത്തിപ്പോയൊരവസ്ഥയാണ് നമ്മൾ കണ്ടത്. അല്ല, അയ്യോ, ചെറിയ പൊടി പിള്ളേർ കേട്ടോ. ഇത് സിറോഹി ഗുജറി ക്രോസ് ആണെന്നാണ് പുള്ളി പറഞ്ഞത്. ഇവിടെ സിറോഹിയുടെ ഫീമെയിലിനെയും ഗുജറിയെ കൊണ്ടാണ് മേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ ക്രോസ് ആണ്. ഇത് സിറോഹി, ഇത് പർപ്പസ് ഏരിയ ആണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് ബ്രീഡൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്രയും എന്താ പറയുന്നത്, ക്രോസ് ബ്രീഡിങ് നടക്കാനുള്ള സാധ്യത ഉണ്ട് ഇവിടെ. കാരണം ഇവിടെ ഒരു ഗുജറി മെയിൽ മാത്രമാണുള്ളത് വലുത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം ഈ ക്രോസ് ഫീമെയിൽസ് എല്ലാം ബാക്കി ഗുജറി അതുപോലെ തന്നെ സിറോഹി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. വേണ്ട ചെമ്മരിയാടിൻ്റെ കൊച്ച് ഇങ്ങനെ വാ. എല്ലാം ചെറിയ പിള്ളേർ മാത്രം ഇപ്പോൾ നിൽക്കുന്നത്. ബാക്കിയുള്ള എല്ലാം മേയാൻ പോയിക്കോ. ഇതെന്തിനാണ്? ഇത് ഇച്ചിരി വലുതാണ് കേട്ടോ. ഇത് മെയിലാണോ? അല്ല. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇച്ചിരി ഒരു വലുതായിട്ട്. ബാക്കിയെല്ലാം ചെറിയ പിള്ളേരാണ് നിൽക്കുന്നത്. 3 മാസത്തിൽ താഴെയുള്ള ചെറിയ പിള്ളേരാണ്. ഇതൊക്കെ തീരെ പൊടി പിള്ളേർ കേട്ടോ. 3 പിള്ളേരാണ് ഇങ്ങോട്ട് വരാൻ പറ്റാതെ ഇപ്പോൾ. തീരെ ചെറിയ 3 ബാക്കി ഇതാ. അപ്പം ഈ വീഡിയോയിൽ ആളുടെ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇറച്ചി ആവശ്യമോ അല്ലെങ്കിൽ ബൾക്കായിട്ട് സെയിലിനുള്ള വളർത്താനായിട്ടുള്ള ആൾക്കാർ 2-3 ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ചിലവ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആടുകൾ. ഇവരെയൊക്കെ പറയുന്ന ഒരു കാര്യം വെച്ചിട്ട് എത്ര വേണമെങ്കിലും ഇവർ അറേഞ്ച് ചെയ്യും. കാരണം ഇവർക്ക് ഭയങ്കര ലിങ്കാണ് ഇവിടെ. എല്ലാ കച്ചവടക്കാരും തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത്. കാരണം ഒരുത്തന്നെ ഒരു ലോഡ് സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവൻ്റെ മാത്രം ആയിരിക്കത്തില്ല, ബാക്കി എല്ലാവരും കൂടെ ചേർന്നുള്ള ലോഡാണ് ഇവിടുന്ന് കയറിപ്പോകാം. ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ്. കാരണം അവരൊക്കെ തമ്മിലൊരു എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒരു സംഭവം. അടുത്തടുത്തൊരുത്തൻ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഇല്ലാത്തൊരു പരിപാടി ഉണ്ടല്ലോ, പാരവെപ്പ്. നമ്മുടെ നാട്ടിൽ അത് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ ഇവിടെ അതില്ല. അതുകൊണ്ട് ഇവരെല്ലാവരും ഇപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പർച്ചേസ് ഒരു 300 എണ്ണത്തിൻ്റെ ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 മണിക്കൂർ കൊണ്ട് അവന്മാർ സെറ്റ് ചെയ്യും. അവൻ്റെ ഒരു 50 എണ്ണം ഉള്ളെങ്കിൽ പോലും 3 മണിക്കൂർ കൊണ്ട് അവന്മാർ സെറ്റ് ചെയ്ത് തരുന്നു. അതാണ് ഇവരുടെ ഒരു ഐക്യം എന്ന് പറയുന്നത്. പൊതുവെ ഇനി നമ്മുടെ നാട്ടിനെ കുറ്റം പറയുന്നതെന്ന് പറയണ്ട, നമ്മുടെ നാട്ടിലില്ല. ഞാനും ഒരു കർഷകനായതുകൊണ്ട് എനിക്കറിയാം നമ്മുടെ നല്ല പരിപാടിയില്ല. ഒരുത്തൻ്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അവനെ ചവിട്ടി അവൻ വീണെടുത്തോട്ട് ചവിട്ടി താക്കാമെന്നേ നോക്കത്തുള്ളൂ. എനിക്ക് ഇവിടെ നേരത്തെയൊക്കെ കണ്ട വലിയ ചെമ്മരിയാടുകളൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഈ കൊച്ചായിരിക്കും കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, വൃത്തിയുള്ളതുകൊണ്ടായിരിക്കും. വേണ്ട ആ കുഞ്ഞുങ്ങളൊന്നുകൂടെ കാണിക്കുക. തീരെ പൊടി പിള്ളേരാണ് കേട്ടോ. വേണ്ട ഏറ്റവും ജൂനിയർ പിള്ളേരാണ് ഇവിടുത്തെ. മുള്ള കേട്ടോ.